അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഇന്നലെ മരണപ്പെട്ട ഇസ്മായിൽ നിസാമി എന്ന് പറയുന്ന ആ പണ്ഡിതനായ മനുഷ്യൻ, ആ മനുഷ്യന്റെ ഒരു വീഡിയോ കാണാൻ കഴിഞ്ഞു. മറന്നിടും മധുരനിലാനുണഞ്ഞാലോ മരിക്കാനും കൊതിച്ചിടും സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് हरा गुंबद जो देखोगे जमाना भूल जाओगे, अगर तौबा को जाओगे तो आना भूल जाओगे। सलातुल्लाह सलामुल्लाह अला त्वाहा സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. മറന്നിടും മധുരനിലാനുണഞ്ഞാലോ മരിക്കാനും കൊതിച്ചിടും സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഹറാ ഗുംബദ് ജോ देखोगे जमाना भूल जाओगे, अगर तौबा को जाओगे तो आना भूल जाओगे। सलातुल्लाह सलामुल्लाह अला त्वाहा रसूलिल्लाह സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ആ മനുഷ്യൻ കഴിഞ്ഞ ഹജ്ജിന്റെ സീസണേറ്റ് തൻ്റെ കൂടെ യാത്ര പോകുന്ന ആളുകൾക്ക് ആ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ, നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. ഇത് ഫുള്ള് അറഫിപ്പെട്ട സ്ഥലമാണ് ഉസ്താദ്. അറഫിപ്പെട്ട സ്ഥലമാണ്. لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة. ഈ മലയിൽ ഒരാൾ പൊക്കത്തിൽ കയറി എന്നാണ് നബി തങ്ങൾ എന്ത് ചെയ്തത്? ഹജ്ജത്തുൽ വദായിലെ പ്രസംഗം നടത്തിയത്. അതിന്റെ താഴെ കാണുന്ന ആ ഒരു ചുമര് പോലെയുള്ളത് കണ്ടല്ലോ, അതാണ് ഐൻ സുബൈദ. സുബൈദ എന്ന് പറഞ്ഞാല് ഹാറൂൻ റഷീദ് അവരുടെ ഭാര്യയുടെ പേരാണ്. അവിടെ ഒരു വർഷത്തിൽ ഇങ്ങനെ ഹജ്ജിന് വന്നപ്പോ ഹജ്ജാജിമാർ വെള്ളം കൊണ്ടുവരുന്നതിന് വലിയ പ്രയാസം. അന്നൊക്കെ തോൽപാത്രത്തിലെ വെള്ളാക്കി കൊണ്ടുവരിക, അത് വലിയ പ്രയാസമായപ്പോ ത്വായിഫിൽ നിന്ന് തടയണ കെട്ടി അക്കാലത്ത് 1000 വർഷങ്ങൾക്ക് മുമ്പ് പണിതതാണ് ഈ ഐൻ സുബൈദ. കണ്ടോ, ഇതാണ് ഹാജിമാര് നടന്നു പോകുന്ന വഴി. ത്വരീഖ് മഷാദ് കണ്ടോ, അറഫ അതാ ഇവിടെയാണ് ജബലുർ റഹ്മ. ഇതിന്റെ നേരെ ബാക്കിലാണ് ജബലുർ റഹ്മ ഉള്ളത്. അവിടെ സംഗമിച്ച ആളുകളൊക്കെ ഇങ്ങനെ അറഫയിൽ നിന്ന് നടന്നു പോകും. ഇങ്ങനെ നേരെ മുസ്ദലിഫ മിനക്കൊക്കെ ഈ ചോന്ന ടൈൽ വിരിച്ചത് കാണാം. നമ്മള് ബസ് പോകുമ്പോ കാണാം, വീഡിയോയിലൊക്കെ നമ്മൾ കാണുന്ന വഴിയാ. ഈ ഒരു വീഡിയോ കാണുമ്പോൾ ആ മനുഷ്യന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ ആ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്നുകൊണ്ട് കമന്റ് ചെയ്യാണ്. ആ മനുഷ്യനെ കുറിച്ച്, ആ മനുഷ്യന്റെ കൂടെ യാത്ര പോയ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് പല സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളും കമന്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ആളുകൾക്കും ആ മനുഷ്യൻ കബൂലിയത്താണ്, ആ മനുഷ്യൻ തൃപ്തനാണ് എന്നാണ് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ മനുഷ്യന് ഭാര്യയുണ്ട്, മക്കളുണ്ട്, രക്ഷിതാക്കളുണ്ട്, പുതിയ ഒരു വീടെടുത്ത് താമസം മാറിയിട്ടുണ്ട് എന്നൊക്കെ അറിയാനായിട്ട് കഴിഞ്ഞു.
അതിൻ്റെ ഇടയിലാണ് ജഗനിയന്താവായ റബ്ബ് സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ ഈ ഒരു യാത്രയിലൂടെ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് വിളിച്ചിട്ടുള്ളത്. പരിശുദ്ധമാക്കപ്പെട്ട ഉംറക്ക് ഇഹ്റാം കെട്ടി ആ ഇഹ്റാമിലൂടെയാണ് അവരെ യാത്രയിൽ മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഒരു യാത്രയിൽ വെച്ചിട്ടാണ് ഈ ഒരു അപകടം നടക്കുന്നത്. അപകടമാകട്ടെ അവര് ആ ഒരു വാഹനത്തിന് ആ ഒരു ബ്രേക്കിന് കംപ്ലൈന്റ് ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു കാര്യം പരിഹരിച്ചുകൊണ്ട് യാത്ര പിന്നെയും മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടക്ക് എല്ലാവരും നിദ്രയിൽ ആണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് പെടുന്നനെ ബാക്കിലുള്ള 2 ടയറുകൾ വലിയ ശബ്ദത്തോടു കൂടി പൊട്ടിത്തെറിക്കുമ്പോൾ ആ ഒരു ബസ്സിന്റെ നിയന്ത്രണം യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടു പോവുകയാണ്. നിയന്ത്രണം നഷ്ടപ്പെട്ട് വണ്ടി മറിഞ്ഞു വേറൊരു ഭാഗത്തേക്ക്. ആ ഒരു വാഹനത്തിന്റെ മേൽഭാഗം പിളർന്നു. ആ ഒരു വീഴ്ചയുടെ ആഘാതത്തിനാണ് ഈ ഇസ്മായിൽ നിസാമി എന്ന് പറയുന്ന മനുഷ്യനും ഷീബ എന്ന് പറയുന്ന 42 വയസ്സുള്ള ആ ഒരു സഹോദരിയും റോട്ടിലേക്ക് തെറിച്ചു വീഴുന്നത്. ആ ഒരു സമയത്ത് തന്നെ ആ 2 പേരും ആ ഒരു സ്പോട്ടില് ആ ഒരു വീഴ്ചയുടെ ആഘാതത്തിൽ മർമ്മം ചിലപ്പോ അതിഭീകരമായ രീതിയിൽ അടിയേറ്റിട്ടുണ്ടാകും. ആ ഒരു സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. ഒരു വിജനമായ ഒരു സ്ഥലം. ആ സ്ഥലത്തേക്ക് ഈ ഒരു വിഷയം നടന്ന ഉടനെ തന്നെ പോലീസിനെയും മറ്റ് ഉദ്യോഗസ്ഥരെയും ഒക്കെ അറിയിക്കുമ്പോൾ അവരൊക്കെ ഓടി വന്നെങ്കിലും രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തിയെങ്കിലും അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് നിസാമി എന്ന് പറയുന്ന ആ ഉസ്താദും ഷീബ എന്ന ആ ഒരു സഹോദരിയും യാത്രയായി എന്ന വാർത്തയാണ് വേദനയോടെ കേൾക്കാനായിട്ട് കഴിഞ്ഞത്. അള്ളാഹു ആ 2 പേർക്കും അള്ളാഹു സ്വർഗം അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാരിസ് എന്ന് പറയുന്ന ഒരു യാത്രക്കാരൻ ഈ ഒരു അപകടത്തിൽ നല്ല ഗുരുതരമായിട്ട് പരിക്കേറ്റ് ഹോസ്പിറ്റലിൽ ഗുരുതരമായിട്ട് ചികിത്സയിൽ കഴിയുന്ന ഒരു സഹോദരനാണ് വയനാടുള്ള ഹാരിസ് എന്ന് പറയുന്ന സഹോദരൻ. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സഹോദരന് അള്ളാഹു എത്രയും പെട്ടെന്ന് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരുപാട് ആളുകൾ ഈ ഒരു യാത്രയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. വലുതും ചെറുതുമായ ഒരുപാട് പരിക്ക് പറ്റിയ ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ അള്ളാഹു ആരോഗ്യം വീണ്ടെടുക്കാനും ദീർഘായുസ്സും അള്ളാഹു കൊടുക്കട്ടെ. ആ കുടുംബങ്ങൾക്ക് അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ 2 വ്യക്തികളെയും നമ്മയും ഒക്കെ അള്ളാഹു അവൻ്റെ ജന്നാത്തു നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇതിൻ്റെ കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ചില കാര്യങ്ങൾ. പരിശുദ്ധമാക്കപ്പെട്ട റമളാനാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഈ റമളാൻ മാസത്തിനെ പോലും അവഹേളിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ പല രൂപത്തിൽ ഇന്ന് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല ആളുകളും നോമ്പ് തുറക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്തിനെ പോലും അവഹേളിച്ചുകൊണ്ട് എത്രയോ മോശമായ രൂപത്തിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. ഭക്ഷണങ്ങൾ വാരി ആക്രാന്തത്തോടെ കഴിക്കുകയും പിന്നീട് അതിൻ്റെ മേലെ ബീഡി, സിഗരറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വലിച്ചുകൊണ്ട് നിസ്സാരമാക്കുന്ന രൂപത്തിൽ പരിശുദ്ധ റമളാൻ മാസത്തിനെ അള്ളാഹു എന്തിനാണ് ഈ ഒരു മാസം നമുക്ക് നൽകിയിട്ടുള്ളത്? ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന മാസം എന്നാണ് മഹാന്മാരൊക്കെ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ ഒരു പരിശുദ്ധ റമളാനെ വിശേഷിപ്പിക്കുന്നത്. പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് നമുക്ക് പറയാം. എന്താണ് ഈ പൂക്കാലത്തിന്റെ പ്രത്യേകത? നിങ്ങൾ ആലോചിച്ച് നോക്ക്. പൂക്കാലം എന്ന് പറഞ്ഞാൽ പൂ തകൃതമായിട്ട് കായ്ക്കുന്ന ആ ഒരു കാലത്ത് ആ പൂക്കളുള്ള മരത്തിന്റെ കീഴിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ പൂക്കൾ നമ്മളെ മേത്തേക്ക് ഇങ്ങനെ ഉതിർന്ന് വീണുകൊണ്ടേയിരിക്കും. എന്നാൽ പൂവില്ലാത്ത സമയത്ത് ആ ഒരു പൂവ് ഇങ്ങനെ കൊഴിഞ്ഞ് വീഴുന്ന സമയമല്ലാത്ത ആ ഒരു സമയത്ത് കയറി ചെന്നാലോ ആ സമയത്ത് നമ്മൾ പൂ വേണമെങ്കിൽ കയറി പറിക്കേണ്ടി വരും. പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ അതുപോലെയാണ്. അള്ളാഹു നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് ഒരുപാട് കൂലിയാണ്. ആ കൂലികളെ നിസാരമാക്കി കാണുകയാണ് എന്നുള്ളതാണ്. പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ അല്ലാത്ത മാസങ്ങളിൽ നമ്മൾ ഒരുപാട് ഇബാദത്തുകൾ എടുക്കുമ്പോൾ അതിനൊക്കെ അള്ളാഹു എത്ര കൂലി തിട്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ റമളാനില് പരിശുദ്ധ ഖുർആൻ ഒന്ന് പാരായണം ചെയ്യാണ്, അലിഫ് ലാം മീം എന്ന് പാരായണം ചെയ്താൽ അള്ളാഹു നൽകുന്ന കൂലി എന്ന് പറയുന്നത് എത്രത്തോളമാണ്. ഒരൊറ്റ ഹർഫിനാണ് അള്ളാഹു 70,000 കൂലി തരുന്നതെങ്കിൽ ഒരു ഖത്മ് ഓതി തീർത്തു കഴിഞ്ഞാൽ എത്ര കൂലിയാണ് അള്ളാഹു നമ്മുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടുന്നത് എന്ന് ആലോചിച്ചു നോക്ക് നിങ്ങൾ.
അങ്ങനെയുള്ള പരിശുദ്ധ റമദാൻ, ആ റമദാനിനെ കളിയാക്കിക്കൊണ്ട് കൊഞ്ഞനം കുത്തിക്കൊണ്ട് ചില ആളുകൾ വീഡിയോ ചെയ്യുമ്പോൾ അവർക്ക് 4 ലൈക്ക് മതി, 4 കമന്റ് മതി, 4 ഷെയർ മതി. ഇതൊക്കെയാണ് അവരുടെ ആഗ്രഹം. എന്ത് കോപ്രായങ്ങളും ചെയ്യാൻ ആളുകൾ തയ്യാറാണ്, റീച്ച് കിട്ടണം എന്നുള്ള ആ ഒരൊറ്റ നിയ്യത്താണുള്ളത്. അത് റമദാൻ വന്നു കഴിഞ്ഞാൽ റമദാനിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ ആണെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ഒരു ഇസ്മായിൽ നിസാമി എന്ന് പറയുന്ന ആ മനുഷ്യൻ ആ ഒരു വാഹനത്തിലേക്ക് കയറുമ്പോൾ, ഈ ഉംറയുടെ അമീറായിട്ട് ആ മനുഷ്യൻ സ്വയം ഏറ്റെടുത്ത് മുന്നോട്ട് വരുമ്പോൾ ഇതെന്റെ മരണത്തിലേക്കുള്ള കടന്നുപോക്കാണ് എന്ന് ആ മനുഷ്യൻ ചിന്തിച്ചിട്ടില്ല. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം എന്ന് പറയുന്നത്. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് വല്ലാത്ത വേദനയാണ് നമുക്ക്. പക്ഷെ വേറെ ഒരു ഭാഗത്തു കൂടി നോക്കുമ്പോൾ ആ മനുഷ്യന്മാർക്ക് ആ പുണ്യമാക്കപ്പെട്ട ഭൂമിയിൽ വെച്ച് ഇഹ്റാമോട് കൂടെ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു എന്നുള്ളത് ഒരു ഭാഗത്തു കൂടി നോക്കുമ്പോൾ സന്തോഷമാണല്ലേ. പലരും കൊതിച്ചു പോകുന്ന മരണം, പലരും ആഗ്രഹിച്ചു പോകുന്ന മരണം, നമ്മൾ മരിക്കാന് നമുക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ്. കാരണം എന്താണ്, നമ്മൾ ഇന്ന് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്താ റബ്ബേ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ചിന്ത. എന്നാൽ ഇന്ന് ഞാൻ മരിക്കുമല്ലോ റബ്ബേ, അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ വരുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ നന്നാവും, ആ ഒരു ടെൻഡൻസി വരുമ്പോൾ. പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഏത് സമയത്തും ഇവിടെ നിന്ന് മരണപ്പെടാം. ആ ഒരു മരണം ഈ ജീവിതത്തിൽ എന്തുണ്ടാക്കി? അവിടെയാണ് കാര്യം. അവസാനം മരിച്ച അള്ളാന്റെ മുമ്പിലേക്കാണ് കടന്നു പോകുന്നത്. അതിൻ്റെ മുമ്പ് പടച്ചോന്റെ അടുത്ത് എന്തെങ്കിലും കൊണ്ടുപോകണം. അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തായതുകൊണ്ടാണ് അള്ളാഹു പരിശുദ്ധ റമദാനിലൊക്കെ ഇത്രത്തോളം നമുക്ക് കൂലികളൊക്കെ ഏറ്റി നൽകുന്നത്. എന്നിട്ടും അതിൻ്റെ പോരായ്മകൾ, അതിൻ്റെതായിട്ടുള്ള ഫളായിലുകൾ, ശ്രേഷ്ഠതകൾ മനസ്സിലാക്കാതെ ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ആ വ്യക്തികൾക്ക് നൽകുന്ന ശിക്ഷ എന്ന് പറയുന്നത് അതിഭീകരമാണ്. നമുക്ക് ആ ഒരു വിഷയത്തിൽ ഒന്നും ചെയ്യാൻ കഴിയൂല. നമുക്ക് അള്ളാഹുവിന്റെ ആ ഒരു ശിക്ഷ ഏറ്റുവാങ്ങുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത്. അള്ളാഹിനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? കാരണം അള്ളാഹു എത്രയോ കൂലികൾ വർഷിക്കുന്ന വലിയൊരു മാസം അള്ളാഹു നൽകുകയാണ്. ലൈലത്തുൽ ഖദ്ർ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിലാണ്. ആ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത് ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ഷഹ്ർ, 1000 മാസത്തിനേക്കാൾ പവിത്രമാണ് ഈ ഒരു പരിശുദ്ധമാക്കപ്പെട്ട മാസം എന്ന് പറയുന്നത്. എന്നിട്ട് പോലും ഈ ഒരു മാസത്തിനെ ഇത്രത്തോളം അവഹേളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഏത് നിമിഷവും മരണം പിടികൂടാം എന്നുള്ളതാണ്. അള്ളാഹു നമ്മളൊക്കെ സ്വാലിഹീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.